ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വീട്ടിൽ ഊണ് അല്ലെങ്കിൽ വീട്ടിലെ ഊണ് എന്നൊക്കെ പറയും. അപ്പം അതിനെ കുറിച്ചിട്ടാണ് നമ്മളൊന്ന് സംസാരിക്കുന്നത്. ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്നലെ ഇതുപോലത്തെ ഒരു വീട്ടിൽ ഊണ് എന്നുള്ള ഒരു ഹോട്ടലിൽ അല്ലെ ആ ഒരു സംഭവത്തിൽ നിന്നാണ് ഞാൻ ഭക്ഷണം കഴിച്ചത്. അപ്പോൾ എനിക്ക് തോന്നി ഇതിനെ കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്ത് തരണം. കാരണം അത് ഇന്നലെ തോന്നിയതല്ല, എനിക്ക് ആക്ച്വലി അത് കുറച്ച് മുന്നേ എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ വീട്ടിലൂണിനെ കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്യണം. അപ്പം അതിനെക്കുറിച്ച് പറയാം. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് ചെറിയ രീതിയിൽ ഏതൊരാൾക്കും അല്ലെങ്കിൽ സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെന്നുണ്ടെങ്കിലും ചെറിയ രീതിയിൽ ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അടിപൊളിയായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുന്ന എന്നാൽ ഒരു സ്റ്റാബിളായിട്ടുള്ള ഒരു വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സൂപ്പർ ബിസിനസ്സാണ്. നല്ലൊരു ബിസിനസ്സാണ്. പ്രത്യേകിച്ച് ഭക്ഷണമായതുകൊണ്ട് തന്നെ നല്ലൊരു ബിസിനസ്സാണ് വീട്ടിലൂണ് എന്നുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ അതിനെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെ നമുക്കത് ഒക്കെ സെറ്റ് ചെയ്യാം അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലൊക്കെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ദിസ് ഈസ് ബാലു, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ ഞാൻ ഇന്നലെ ഒരു തൃശ്ശൂർ തന്നെ നമുക്കറിയാം ഈ ദേശാഭിമാനിയുടെ മുകളിൽ ദേശാഭിമാനി പ്രസിൻ്റെ മുകളിൽ ഒരു മെസ്സ് നടക്കുന്നുണ്ട്. വീട്ടിലൂണ് നിന്നിട്ടുള്ള പ്രസ് തന്നെയാണ്. പക്ഷെ അത് വീടല്ല, അതൊരു പ്രസിൻ്റെ മുകളിൽ ഉള്ളൊരു റൂമാണ്. പക്ഷെ അവിടെ കുക്ക് ചെയ്യുന്നതും സ്ത്രീകളാണ്, കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ അതിൻ്റെ ബോർഡ് വീട്ടിലൂണ് അങ്ങനെ സംഭവങ്ങളാണ്. സത്യത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം ഉണ്ടാകും. ഞാൻ കുറേ വീട്ടിലൂണ് ഇതിൽ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒരുപാട് വീട്ടിലൂണ് എന്നുള്ള ബോർഡ് കണ്ടിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഈ വീട്ടിലൂണ് എന്നുള്ള ബോർഡ് വെക്കാൻ കാരണം എന്താണെന്ന് പറയുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സംഭവമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു മലയാളിയുടെ ഒരു എന്താ പറയില്ലേ, ഒരു സൈക്കോളജിയാണ് ശരിക്കും. മലയാളിയുടെ ഒരു മൈൻഡിനെ റീഡ് ചെയ്യണതാണ്. കാരണം നമ്മൾക്ക് ആഗ്രഹിക്കുന്നത് ഉച്ചയ്ക്ക് നമുക്ക് ചോറ് കഴിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് ഒരു നാടൻ ഭക്ഷണമാണ് അല്ലേ. നമുക്ക് ഒരുപാട് ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല ലക്ഷറി ഹോട്ടലുണ്ട്, നല്ല രസമുള്ള ഭംഗി അറ്റ്മോസ്ഫിയറിൽ ഇരുന്ന് കഴിക്കാൻ പറ്റിയ ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്കിൽ കൂടി നമ്മൾ ആഗ്രഹിക്കുന്നത് നല്ലൊരു നാടൻ ഭക്ഷണം, നമ്മളെ വീട്ടിലൊക്കെ നമ്മളെ അമ്മയോ പെങ്ങളോ അല്ലെങ്കിൽ ഭാര്യയൊക്കെ ഉണ്ടാക്കി തരുന്ന രീതിയിലുള്ള നല്ലൊരു നാടൻ വീട്ടുഭക്ഷണം എന്നാണ് നമ്മളിതിൽ ആഗ്രഹിക്കുന്നത് ശരിക്കും. അപ്പം നല്ല ചോറ്, നല്ല മീൻ വറുത്തത്, നല്ല മീൻ കറി, നല്ല സാമ്പാർ, നല്ല അവിയൽ, നല്ല പൊരിയൽ, പിക്കിള്, ഇതൊക്കെയുള്ള സംഭവങ്ങൾ, പപ്പടവും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല ഒരു ഭക്ഷണം നമ്മുടെ വീട്ടിൽ കഴിക്കുന്ന ഒരു സാധാ ഊണ്. അതാണ് ആഗ്രഹിക്കുന്നത് ആളുകൾ. അത് ആഗ്രഹിച്ചിട്ടാണ് വീട്ടിൽ ഊണ് എന്നുള്ള ബോർഡ് കാണുമ്പോൾ ആളുകൾ ഓട്ടോമാറ്റിക്കലി അങ്ങനെ കയറി പോകുന്നത്. പക്ഷെ ആ ഒരു ആഗ്രഹം ആളുകൾക്കുള്ളത് കൊണ്ട് തന്നെ അതിനെ മുൻകൂട്ടി അറിഞ്ഞുകൊണ്ടാണ് ഈ വീട്ടിലൂണ് എന്നുള്ള ബോർഡ് സ്ഥാപിക്കുന്നതും. പക്ഷേ ഞാൻ പല സ്ഥലത്ത് കണ്ടിട്ടുള്ള സംഭവം വെച്ച് കഴിഞ്ഞാൽ വീട്ടിലൂണ് ഭക്ഷണം എന്നുള്ള ഒരു ബോർഡും കാര്യങ്ങളൊക്കെ വെക്കും, നമ്മളത് കണ്ടിട്ടുള്ളിൽ കയറും. പക്ഷെ അവിടെ കിട്ടുന്നത് പലപ്പോഴും വീട്ടിലൂണായിരിക്കില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ചോറ് സാധാരണ ചോറ് തന്നെ ആയിരിക്കും, പക്ഷെ അവിടുത്തെ കറികൾക്ക് വ്യത്യാസം ഉണ്ടാവും. കാരണം നമ്മൾ സാധാരണ എന്താ പറയുക, ഒരു വെള്ളം കലക്കിയ പോലത്തെ ഒരു കറി, കാരണം ഒരു മീൻ്റെ ഗ്രേവി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു വെള്ളം കലക്കിയ പോലെ സംഭവം. സാമ്പാറാണെങ്കിലും അല്ലെങ്കിൽ ഈ മീൻ പൊരിക്കുന്ന സമയത്ത് ഭയങ്കര ഓവർ കളറൊക്കെ ഇട്ടിട്ട് റെഡ് കളറൊക്കെ ഇട്ടിട്ടുള്ള ഒരു രീതിയിൽ കളർ മിക്സ് ചെയ്തിട്ടുള്ള ഒരു മീൻ വറവും കാര്യങ്ങളൊക്കെ, അങ്ങനെയൊക്കെ ഞാൻ ഒരുപാട് സ്ഥലത്ത് കണ്ടിട്ടുണ്ട്. സത്യത്തിൽ അങ്ങനെയല്ല കൊടുക്കേണ്ടത് നമ്മൾക്ക് ഈ ഒരു മേഖലയിൽ. പക്ഷേ എന്നിട്ടും ചിലപ്പോൾ പക്ഷെ അവിടെ ആൾക്കാരൊക്കെ പോകുന്നുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നോർമലി ഇങ്ങനത്തെ സ്ഥാപനങ്ങളൊക്കെ വരെ ഇപ്പോൾ നാട്ടുമ്പുറത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഒരുപാട് ഓഫീസുകൾ, ഒരുപാട് സ്ഥാപനങ്ങളിൽ, കമ്പനികളിൽ ഉച്ചക്ക് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് കഴിക്കുന്നവരാവാം, വല്ലപ്പോഴും കഴിക്കുന്നവരാവാം, യാത്ര മധ്യ കഴിക്കുന്നവരാവാം, എങ്ങനെ വേണമെങ്കിലും. ഇപ്പോൾ ഓഫീസിലൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വല്ല ഇതിൽ കമ്പനിയിൽ ജോലി ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ അവരെ ഓഫീസ് ബ്രേക്ക് ടൈമിലൊക്കെ ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്കിൻ്റെ ടൈമിൽ ഇതുപോലുള്ള ഷോപ്പുകൾ കടത്തുന്നുണ്ടെങ്കിൽ അവിടെ വന്നിട്ട് തന്നെയാണ് തീർച്ചയായിട്ടും കഴിക്കാൻ. പക്ഷേ പലപ്പോഴും നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത് ഇതുപോലുള്ളൊരു ഐറ്റംസാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു സാധാരണ ഒരു ഹോട്ടലിലൊക്കെ വിളമ്പുന്ന രീതിയിൽ അല്ലെ ഹോട്ടലിലൊക്കെ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു കോമൺ ആയിട്ടുള്ള കുക്കിംഗ് കാര്യങ്ങളൊക്കെ തന്നെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ സ്പെഷ്യലായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല. പല വീട്ടിലോട് വെച്ചിട്ടുള്ള സ്ഥലത്തും ഉള്ള കാര്യമാണ്. മുഴുവൻ എല്ലായിടത്തും ഉണ്ടെന്നല്ല, ചില സ്ഥലങ്ങളിൽ. പക്ഷെ ചില വീടുകളിൽ അല്ലെങ്കിൽ വീടിനോട് ചേർന്നിട്ടുള്ള കടകൾ, അപ്പം അവിടെ ചിലപ്പോൾ നല്ല പ്രായമായിട്ടുള്ള അമ്മമാരായിരിക്കും, ചിലപ്പോൾ ചേച്ചിമാരുണ്ടാവും, അല്ലെങ്കിൽ
ആരോ സ്ത്രീകളായിട്ടുള്ള ആളുകൾ ഉണ്ടാക്കുന്ന ഒരു കിച്ചൺ ഉണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് വീടിനോട് ചേർന്നിട്ടായിരിക്കാം, അല്ലെങ്കിൽ വീടിനോട് ചേർന്നിട്ട് തന്നെ അവിടെ നിന്നില്ല, അത് ചിലപ്പോൾ ഒന്ന് മാറി. പക്ഷെ ഉണ്ടാക്കുന്ന സാധനങ്ങൾ അവരെങ്ങനെയാണ് അവർ വീട്ടിൽ അവരെ ഭർത്താവിനും അവരുടെ മക്കൾക്കും അവരെ വീട്ടിൽ അവർക്കൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അവരെങ്ങനെയാണോ ഉണ്ടാക്കുന്നത് അതേ രീതിയിലും അതേ ടേസ്റ്റിലും അതേ ക്വാളിറ്റിയിലും ഉണ്ടാക്കി കൊടുക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങൾ വേറെ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ അവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ മീൻ വറവൽ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണോ നമ്മുടെയൊക്കെ വീട്ടിൽ നമ്മൾ കഴിക്കാറുള്ളത് അതേപോലത്തെ ടേസ്റ്റും അല്ലെങ്കിൽ അതിനേക്കാൾ ടേസ്റ്റുള്ള മീൻ വറവും കറികളും നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയും കാര്യങ്ങളൊക്കെ കൊടുത്ത് നല്ല ചോറും നല്ല പപ്പടവും നല്ല അച്ചാറൊക്കെ കൊടുത്ത് നല്ല ക്വാളിറ്റി ആയിട്ട് കൊടുക്കുന്നത്. എന്നാൽ വിലയോ വളരെ തുച്ഛമായിട്ടുള്ള വില, 50 രൂപ 60 രൂപ, കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു മീനൊക്കെ എടുത്തു കഴിഞ്ഞാൽ 100 രൂപ എന്നുള്ള രീതിയിൽ നല്ലൊരു ഒരു പ്ലാനാണത്. അപ്പോൾ ഇപ്പം നമ്മൾക്ക് ഒരു ബിസിനസ് അങ്ങനെ തുടങ്ങണം എന്നിട്ടുണ്ടെങ്കിൽ നമ്മൾക്കൊരു നോർമലി ഇപ്പോൾ സ്ത്രീകളാവാം പുരുഷന്മാരാവാം ഇങ്ങനത്തെ ഒരു വീട്ടിലൂണ് എന്ന് പറയുന്ന സമയത്ത് അവിടെ സ്ത്രീകൾ പ്രസൻസ് നിർബന്ധമാണ്. കാരണം വീട്ടിലൂണ് എന്ന് പറയുന്ന സ്ത്രീകളെ ഒരു ഇതാണ്. അപ്പോൾ ആ ഒരു സംഭവത്തിൽ സ്ത്രീ പ്രസൻസ് ഉണ്ടാകുമ്പോൾ അതൊന്നും കൂടി ആ ഊണിനും ടേസ്റ്റ് കൂടും, ആ സ്ഥാപനത്തിനും ഒന്നും കൂടി ഒരു ക്വാളിറ്റിയും കൂടും. അപ്പോൾ ഈ വീട്ടിലൂണ് എന്നുള്ള ഒരു സംഭവം നമ്മൾക്ക് ഇപ്പോൾ തുടങ്ങണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട വളരെ ഈസി ആയിട്ട് തുടങ്ങാൻ കഴിയുന്ന സംഭവമാണ്. അപ്പോൾ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങൾ എന്ന് പറയുന്നത്, എപ്പോഴും നമ്മൾ ഈ സ്ഥാപനം തുടങ്ങുമ്പോൾ ഒന്നില്ലെങ്കിൽ ഒരുപാട് കുറച്ച് ക്രൗഡ് ആളുകൾ വരാൻ സാധ്യത, അല്ലെങ്കിൽ റോഡ് സൈഡ് വണ്ടികളൊക്കെ പോകുന്ന സൈഡ്, അല്ലെങ്കിൽ കുറച്ച് ഓഫീസുകളൊക്കെ ഉള്ള ഏരിയകൾ, കുറച്ച് ക്രൗഡായിട്ടുള്ള ടൗൺ ബേസ് ചെയ്തിട്ടുള്ള സ്ഥലങ്ങൾ പറ്റും, നമ്മളെ നാട്ടും പ്രദേശത്തും പറ്റും, ഇതൊക്കെ എല്ലായിടത്തും പറ്റും. കാരണം എല്ലാവരും ഉച്ചയ്ക്ക് വീട്ടിൽ കറക്റ്റായിട്ട് എത്തി ഭക്ഷണം കഴിക്കണമെന്നല്ല, പലരും പല ആവശ്യങ്ങൾക്കായിട്ടും പല കാര്യങ്ങൾക്കും പല ബിസിനസ് ചെയ്യുന്നവരും കച്ചവടം ചെയ്യുന്നവരും യാത്ര ചെയ്യുന്നവരും ഓഫീസിൽ വർക്ക് ചെയ്യുന്നവരൊക്കെ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നവരായിരിക്കും ഒരു പക്ഷേ. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇതേപോലെ ലളിതമായിട്ടുള്ള രീതിയിലുള്ള ചെറിയ ബഡ്ജറ്റിൽ നല്ല ഭക്ഷണം കഴിക്കുക, നല്ല നാടൻ ഫുഡ് കഴിക്കുക എന്നുള്ളതെന്ന് പറഞ്ഞാൽ എല്ലാവരും ആഗ്രഹിക്കുന്ന സംഭവം തന്നെയാണ്, ഇഷ്ടപ്പെടുന്ന സംഭവം തന്നെ. അപ്പം അങ്ങനത്തെ ലൊക്കേഷൻ കണ്ടെത്തുക. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വീട്ടിൽ നമ്മൾ എങ്ങനെയാണ് ഒരു ഫുഡ് ഉണ്ടാക്കുക, ചോറും കറിയൊക്കെ ഉണ്ടാക്കുക, ആ ഒരു ടേസ്റ്റിലായിരിക്കും നമ്മൾ കൊടുക്കേണ്ടത്. അങ്ങനെയാണെങ്കിലുണ്ടല്ലോ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു പക്ഷേ നോർമലി ഇതിൻ്റെയൊക്കെ ടൈമിങ് നമ്മൾ കണ്ടിട്ടുള്ള ഒരു 12 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 3:30-4 മണി വരെയൊക്കെയാണ്. ഒരു 4 മണി വരെയിലേക്ക് പോകില്ല, ഒരു പക്ഷേ എല്ലായിടത്തും 3-3:30 ആകുമ്പോഴേക്കും ഫുഡൊക്കെ കഴിയും. നിങ്ങൾക്ക് 5 മണി കഴിഞ്ഞാലും ഫുഡ് നിർത്താൻ പറ്റാത്ത രീതിയിലുള്ള കച്ചവടവും കാര്യങ്ങളൊക്കെ വരും. അതെങ്ങനെ കൊടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ പറഞ്ഞ പോലെ നമ്മുടെ വീട്ടിൽ എങ്ങനെയാണോ നമ്മൾ ഫുഡ് ഉണ്ടാക്കുക, നല്ല രീതിയിലുള്ള ചോറ്, നല്ല ക്വാളിറ്റിയുള്ള കറി കൊടുക്കുക, വെള്ളം കലക്കാത്ത കറി കൊടുക്കുക, നല്ല രീതിയിലുള്ള കറി, നല്ല തിക്കായിട്ടുള്ള ഗ്രേവി. എങ്ങനെയാണ് തിക്ക, പല പ്രദേശത്തും പല സ്റ്റൈലിലാണ് കറികളൊക്കെ. അപ്പം നല്ല ഗ്രേവി കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, ആ ഒരു ഏരിയയുടെ പൾസ് അറിഞ്ഞുകൊണ്ട് ആ ഒരു നാട്ടിലെ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കറി കൊടുക്കുക. അതേപോലെ തന്നെ നല്ല മീൻ വറുവ് കൊടുക്കുക. നമ്മളെ വീട്ടിൽ എങ്ങനെയാണോ മീൻ വറുക്കുക, നമ്മൾ കളറും ഇതൊന്നും ഇട്ടിട്ടല്ല നമ്മൾ വയ്ക്കുക. സാധാരണ നമ്മൾ മുളക് പൊടി കാര്യങ്ങൾ മസാല ഒക്കെ ചെയ്തിട്ടുള്ള ഒരു മീൻ വറവാണ്. ആ സ്റ്റൈലിൽ തന്നെ നമ്മൾ മീൻ വറുത്ത് കൊടുക്കുക ശ്രമിക്കുക. അപ്പോൾ എല്ലാ രീതിയിലും എന്തൊക്കെയാണോ ആ ഒരു മീൽസിൻ്റെ കൂടെ അല്ലെങ്കിൽ ആ ഒരു ചോറും കറിയുടെ കൂടെ എന്തൊക്കെ സൈഡ് ഡിഷുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കുന്നുണ്ടോ അതൊക്കെ നല്ല രീതിയിലുള്ള ക്വാളിറ്റിയിൽ നമ്മൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സൂപ്പർ ബിസിനസ്സാണ് വീട്ടിലൂണ് എന്ന് പറയുന്നത്. അതിനെ തന്നെ നമ്മൾക്ക് വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വൈകുന്നേര സമയങ്ങളിൽ നമുക്ക് മറ്റു ഇതിലേക്കും നമുക്കതിനെ കൺവേർട്ട് ചെയ്യാം. നമുക്കിപ്പോൾ പറഞ്ഞ പോലെ കപ്പയിറച്ചി കൊടുക്കാം, അല്ലെങ്കിൽ ദോശ, ഇഡ്ഡലി, അങ്ങനെ അതുപോലത്തെ വൈകുന്നേരം ലൈറ്റ് ഫുഡ് ഡിഷസ് എന്ത് സാധനങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയും. അപ്പോൾ പകലും രാത്രിയും ചില സ്ഥാപനങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളത് ഓൺലി ലഞ്ചിൻ്റെ പരിപാടി മാത്രം, അതോടുകൂടി ക്ലോസ് ചെയ്യുന്നൊരു ഹോട്ടലുകൾ കണ്ടിട്ടുള്ളത്. പക്ഷേ നമുക്ക് സമയം നമുക്ക് അതിനുള്ള കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ നൈറ്റും അതിനെ ആക്റ്റീവ് ആക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഉച്ചയ്ക്ക് കൊടുക്കുന്ന നിങ്ങളുടെ ഭക്ഷണത്തിൻ്റെ ടേസ്റ്റ് എന്താണോ ആ ടേസ്റ്റ് പ്രതീക്ഷിച്ച് ആളുകൾ വൈകുന്നേരം നിങ്ങളത് കിട്ടും, അവിടെ ആ പ്രദേശത്തുള്ള ആളുകളാണെങ്കിൽ. അപ്പോൾ നല്ല രീതിയിൽ നമ്മൾക്ക് ഇപ്പോൾ ഒരു ബിസിനസ് തുടങ്ങാൻ ഐഡിയ ഇല്ല, എന്ത് ചെയ്യണമെന്നൊരു ഐഡിയയും പിടുത്തം കിട്ടാണ്ടിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണം ഉണ്ടാക്കാൻ അറിയുമല്ലോ. അപ്പോൾ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അറിയാം, പക്ഷേ സ്ത്രീകളെ കുറിച്ച് എന്തായാലും അറിയാം. അപ്പോൾ നമ്മൾ അതിന് തയ്യാറാണെങ്കിൽ വളരെ കിഡിലനായിട്ട് ചെയ്യാൻ പറ്റും സൂപ്പർ ബിസിനസ്സാണ് ഈ വീട്ടിലുള്ള ബിസിനസ് എന്നുള്ളത്. അത്
ആ ഒരു വെയിറ്റ് ലോൺ ബിസിനസ്സിൻ്റെ മറ്റു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളവിടെ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് ഭക്ഷണം നല്ല ടേസ്റ്റിൽ കൊടുക്കുക എന്നുള്ളത് മാത്രമാണ്. കാരണം മറ്റു ഒരു ഹോട്ടലിനെ സംബന്ധിച്ചിടത്തോളം, ഒരു റെസ്റ്റോറൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണം മാത്രം നല്ല കൊടുത്താൽ പോരാ, അവർ വന്നിരിക്കുന്ന സ്ഥലം നല്ലതായിരിക്കണം, അവർ കൈ കഴുകുന്ന സ്ഥലം നല്ലതായിരിക്കണം, അവർ ക്യാഷ് കൗണ്ടർ അടിപൊളിയായിരിക്കണം, നല്ല അറ്റ്മോസ്ഫിയർ ആയിരിക്കണം, നല്ല ലൈറ്റിംഗ് ഉണ്ടാവണം, നല്ല പാർക്കിംഗ് ഉണ്ടാവണം, ഇതൊക്കെ ഉണ്ടാവണം, എല്ലാം അടിപൊളിയായിരിക്കണം, എന്നാലാണ് കസ്റ്റമർ കയറുള്ളൂ. പക്ഷേ ഒരു വെയിറ്റ് ലോൺ സ്ഥാപനത്തിനെ കുറിച്ച് സംബന്ധിച്ച് നോക്കണമെന്നുണ്ടെങ്കിൽ വെറും നിങ്ങൾ കൊടുക്കുന്ന ഭക്ഷണം ഉണ്ടല്ലോ അത് സൂപ്പറായാൽ മതി. അത് നല്ല ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ ബാക്കിയൊന്നും വിഷയമല്ല. ആളുകൾ എന്തും അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. നിങ്ങൾ കൊടുക്കുന്ന ഏത് പഴയ ചെയറാണെങ്കിലും പൊട്ടിയ ചെയറാണെങ്കിലും ആളുകൾ അവിടെ ഇരിക്കും. ബെഞ്ചിട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ മരത്തിൻ്റെ ഡെസ്കും ബെഞ്ചും വെച്ചാൽ മതി, അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ചെയറും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്താൽ പ്ലാസ്റ്റിക്കിൻ്റെ ടേബിളും ചെയറും വെച്ച് കൊടുക്കാം. അതിനെ മേൽക്കൂര നിങ്ങൾക്ക് ഓല വെച്ച് മേയാം, ഷീറ്റ് ഇടാം, പ്ലാസ്റ്റിക് ഷീറ്റ് ഇടാം, അല്ലെങ്കിൽ ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് അതിനെടുക്കാം. അതൊന്നും ആളുകൾ ശ്രദ്ധിക്കില്ല. എങ്ങനെയാണോ സ്ഥാപനം എന്നുള്ളത് ആളുകൾ ശ്രദ്ധിക്കുന്ന വിഷയമേ ഇല്ല. അവിടെ ആളുകൾ ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും നിങ്ങൾ കൊടുക്കുന്ന ഭക്ഷണം നല്ലതായിരിക്കണമെന്ന് മാത്രമാണ്. അപ്പോൾ ഒരു വീട്ടിലൂടെ ബിസിനസ് നിങ്ങൾക്ക് തുടങ്ങിയത് വളരെ നല്ലൊരു ബിസിനസ്സാണെന്നാണ് ഞാൻ പറയുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു അടിപൊളി ഒരു സ്റ്റേബിളായിട്ടുള്ളൊരു വരുമാനം, നമുക്ക് ഒരു ദിവസത്തെ റുപ്യ വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന, നിലനിർത്തി കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു സൂപ്പർ ബിസിനസ്. അപ്പോൾ ആദ്യമായിട്ട് ഒരു ബിസിനസ് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമായി ഇരിക്കുന്നു. നിങ്ങൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, ബൈ.